ഇത്രയധികം തിരക്കുള്ള മെഡിക്കൽ കോളേജുകളിലാണ് ഉച്ചയ്ക്ക് ശേഷം എന്താ സംഭവിക്കുന്നത്? MRI ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഐഡിലാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് OP എല്ലാം കഴിയും. അതുകൊണ്ടാണ് പണ്ട് ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഈവനിങ് ക്ലിനിക്ക് കൊണ്ടുവരാം. അങ്ങനെ ഈവനിങ് ക്ലിനിക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനകത്ത് പൈസ ഉള്ളവർ കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കുന്നു. ഉദാഹരണത്തിന് 500 രൂപ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് 400 രൂപയും ഡോക്ടർക്ക് പോകും. അപ്പോൾ പലർക്കും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അസൗകര്യമുണ്ട്. എല്ലാവരും കൂടെ വീട്ടിലോട്ട്, അസുഖമുള്ളവരെല്ലാം കൂടെ വീട്ടിലോട്ട് കയറി വരുന്നത് ഇഷ്ടമില്ലാത്ത ഡോക്ടർമാരും അതുകൊണ്ട് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട്. DHSലെ ഡോക്ടർമാർക്ക് എല്ലാവർക്കും പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം. വൈകുന്നേരം ഈവനിങ് ക്ലിനിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇനി നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ നോക്കുക. ഈ 30% വരുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഫ്രീ. അതേസമയം 70% വരുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഫണ്ടിങ് ഏജൻസീസ് എടുത്തതും കൂടെ ശേഷം എത്രയും പെട്ടെന്ന് വാല്യൂ അഡീഷൻ നടത്തി ആളുകളെ ഊറ്റി 5-6 കൊല്ലം കൊണ്ട് അവർ എക്സിറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടൊരു ഡിസ്പാരിറ്റിയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇൻഷുറൻസോ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വരാൻ പോവുകയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരില്ല. പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ കാലത്ത് 4300ഓളം തസ്തികകൾ, അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ഇവിടെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടംപോലെ ബിൽഡിംഗ് ഉണ്ടാക്കുക. ആ ബിൽഡിങ്ങിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ഇതിനകത്തൊരു ബജറ്റ് ഹോസ്പിറ്റൽ വേണമെന്ന് പറഞ്ഞ് ഒരു കോ പേയ്മെൻറ്റ് സിസ്റ്റം. ഒരു ഗവൺമെൻറ്റിന് തന്നെ ഒരു ഇൻഷുറൻസ്, നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഉദാഹരണത്തിന് MRIക്ക് ആണെന്നുണ്ടെങ്കിൽ 3000 രൂപ. വരുന്ന രോഗി 1500 കൊടുത്താൽ മതി. 1500 ഗവൺമെൻറ് കൊടുക്കും. ഈ ഹോസ്പിറ്റലിന് കിഫ്ബിയിൽ എത്രയോ കോടി രൂപ മുടക്കിയിട്ട് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന, അല്ലാതെ പാറശാലയിലെ ഹോസ്പിറ്റൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? 4 മാസം 5 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ സ്റ്റാഫുണ്ടോ? അപ്പോൾ ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാൾ അവിടെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു കാരണം മൊഹല്ല ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. 2 കണ്ടെയ്നർ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവിടെ ഡോക്ടർ, ഒരു കമ്പൗണ്ടർ, നേഴ്സ്, പിന്നെ ഒരു സ്റ്റാഫ് കൂടെ ചേർത്ത് 4 പേരുള്ള ഒരു യൂണിറ്റാണ്. ഒരു ഡോക്ടർ, ഒരു പേഷ്യൻറ്റിന് അതിന് 300 രൂപയും കണ്ട് ഗവൺമെൻറ് കൊടുക്കും. അപ്പം കൂടുതൽ പേഷ്യൻസ് വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ, ഓൺ കോൺട്രാക്റ്റ് ഉള്ള ഡോക്ടറിന് ശരാശരി കിട്ടുന്ന 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയാണ് ശരാശരി കിട്ടുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. അതിന് പകരം ഇവിടെ ഗവൺമെൻറ്റിൽ അങ്ങ് ഇഷ്ടം പോലെ ഡോക്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യും. അവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കുന്നത് വളരെ ചുരുക്കമാണ്. അതിനകത്തുള്ള ആത്മാർത്ഥത വളരെ കുറവാണ്. അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല.